ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്ന നല്ലൊരു വ്യക്തിത്വത്തിനുടമയുമായ സൈമൺ ജോർജ് സർ, ഈ വേദിക്ക് ഭദ്രദീപം കൊടുത്തി ഇതിനനുഗ്രഹിച്ച ഷിപ്പ്യാർഡിൻ്റെ എല്ലാമായ സുബ്രഹ്മണ്യൻ സർ, ഇന്ന് വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ദൈവത്തിൻ്റെ പ്രിയ അനുഗ്രഹീതരെ, ഒപ്പം ഈ അനുഗ്രഹീതരുടെ കൂടെ ആയിരിക്കുന്ന അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ടി വിയിൽ ന്യൂസ് ശ്രദ്ധിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേകമായ ന്യൂസ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി എന്നാണ് ഞാൻ വിചാരിക്കുക. ഒരു അന്ധനായ ചെറുപ്പക്കാരൻ സ്വന്തം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുന്നൊരു രംഗം അവതരിപ്പിക്കുന്നുണ്ടായി. ഒന്നും കാണാൻ പറ്റാത്ത പയ്യന് എങ്ങനെ ഇത് സാധ്യമാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പ്രത്യേക ഒരു വാർത്തയായിട്ടാണ് ഈ ഒരു കാര്യം അവതരിപ്പിക്കപ്പെട്ടത്. സാധ്യമായ സാഹചര്യങ്ങളിൽ സാധ്യമാക്കുന്നതാണ് എന്തു കാര്യവും സാധാരണമെന്ന് പറയുക. പക്ഷേ അസാധ്യമായ സാഹചര്യങ്ങളെ സാധ്യതയുള്ളാക്കുന്നതിനെ അസാധാരണമെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുട്ടികളെ അഭിസംബോധന ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതരെ എന്ന് വിശേഷിപ്പിക്കുക. ഞാൻ പറഞ്ഞു വയ്ക്കും, ദൈവത്തിൻ്റെ പ്രത്യേകം അനുഗ്രഹം സിദ്ധിച്ചവരാണ് ഇവര്. അതുകൊണ്ട് തന്നെയാണ് അസാധ്യതയിൽ സാധ്യമാക്കുന്ന ജീവിത ശൈലിയായിട്ട് ഈ മക്കള് മാറുക. സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഒരു അന്ധനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശുവിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ അന്ധനായി മാറിയത് എന്തുകൊണ്ടാണ്? ഇവന്റെ മാതാപിതാക്കന്മാരുടെ തെറ്റിന്റെ ജീവിതം കൊണ്ടാണോ, അല്ലെങ്കിൽ പൂർവികരുടെ ശാപം കൊണ്ടാണോ? ഇതിന് യേശുനാഥൻ മറുപടി നൽകുന്ന ഇപ്രകാരമാണ്: ഇങ്ങനെയുള്ളൊരു ശാപമൊന്നുമല്ല ഇതിന്റെ കാരണം. അതിനേക്കാളുപരി ദൈവത്തിൻ്റെതായ അത്ഭുതം, അനുഗ്രഹം ഈ മനുഷ്യനിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ് ദൈവത്തിന്റെ ഹിതമെങ്കിൽ അത് തന്നെയാണ് അനുഗ്രഹമായ നിമിഷം എന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു വയ്ക്കും, ഇന്ന് ഇവിടെ ഈ നാഷണൽ എക്സിബിഷൻ നടക്കുമ്പോൾ പല കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കപ്പെടും. പല കാര്യങ്ങളും പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ ഇന്നിൻ്റെ ലോകത്തിൽ സാധാരണമെന്ന് തോന്നാം, പക്ഷേ സാധാരണമായ കാര്യമാണ്. പക്ഷേ സാധാരണത എന്ന യാഥാർത്ഥ്യം അസാധ്യമായ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇത് സാധാരണമായ കാര്യമല്ല, അസാധാരണമായ കാര്യമാണ്. അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമാണ്. ഇത് എന്നും എപ്പോഴും കാസൂക്ഷിക്കുവാനും ഇതെന്നെപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടുവാനും അതിനേക്കാളുപരി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഈ മക്കൾ ഉയർത്തപ്പെടുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ഈ കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഏവരുടെയും ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങിന് ചുക്കാൻ പിടിക്കാൻ എത്തിയിരിക്കുന്ന സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് വെൽഫെയർ കോർപ്പറേഷൻ ചെയർമാൻ ശ്രീ ഉഴവൂർ വിജയനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. അധ്യക്ഷൻ, പ്രത്യാശ ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ, എൻ്റെ സുഹൃത്ത് ശ്രീ സൈമൺ ജോർജ്, പ്രിയപ്പെട്ട ഉദ്ഘാടകൻ, ഷിപ്പ്യാർഡ് മാനേജിംഗ് ഡയറക്ടർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്വാമിജി, അച്ഛൻ തുടങ്ങിയ എല്ലാവർക്കും, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ സുപ്രഭാതത്തിൽ ഇങ്ങനെയൊരു മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സൈമൺ ജോർജും പ്രത്യാശ ഫൗണ്ടേഷനും വിവിധങ്ങളായ, വ്യത്യസ്തങ്ങളായ, ഒന്നിനൊന്ന് മെച്ചമായ, വികലാംഗർക്ക് കൂടുതൽ പ്രയോജനകരമായ നിരവധിയായ പരിപാടികൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ സംഘടന ഉടലെടുത്ത കാലം മുതൽ ഇത്രയേറെ നല്ല പരിപാടികൾ നടത്തുന്ന, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ള സംഘടനകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രത്യാശ വികലാംഗർക്ക് മാത്രമല്ല ഈ നാടിനാകെ പ്രത്യാശ ഉണ്ടാക്കിക്കൊണ്ട് നിലനിൽക്കുകയാണ്. ഞാൻ ഒരു ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. ഇതുപോലുള്ള ഒരു വേദിയിൽ ഒരു പ്രസംഗത്തിന് ഒരു പ്രസക്തിയില്ല. ഇവിടെയും സൈമൺ ജോർജ് ഒരു പ്രത്യേകത കാട്ടിയിട്ടുണ്ട്. സാധാരണ ഉദ്ഘാടന ചടങ്ങിലൊക്കെ ഒന്നുകിൽ രാഷ്ട്രീയമായി അല്ലെങ്കിൽ ജനപ്രതിനിധികളായി ഒക്കെ വരുന്നവരെ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അങ്ങനെ ഒരു പരിപാടിയായിരിക്കും. അങ്ങനെയുള്ള പരിപാടികളും നടത്താറുണ്ട്. ഇന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്വാമിജിയുമുണ്ട്, അച്ഛനുമുണ്ട്, ഇമാമുമുണ്ട്. എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടൊരു മതസൗഹാർദ്ദത്തിൻ്റെ രൂപത്തിലുള്ള ഒരു വേദിയാണ് ഇന്ന് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ ചടങ്ങിൽ വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെ കൂടി വിളിച്ചതിൽ അതൊരാദരവായി ഞാൻ കണക്കാക്കുകയാണ്. വികലാംഗക്ഷേമത്തിനായി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും പെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം നൽകുകയും സഹായ ഉപകരണങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അതുകൊണ്ടൊന്നും വികലാംഗരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പുതുമയാർന്ന സംരംഭങ്ങളിലൂടെ ഈ വിഭാഗത്തെ, കഷ്ടത അനുഭവിക്കുന്ന ഈ വിഭാഗത്തെ കൈപിടിച്ചുയർത്താൻ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സൈമൺ ജോർജും സഹപ്രവർത്തകരും തയ്യാറായിട്ടുള്ളത്. സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷന് വേണ്ടി ഇവരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നത്. ഈ പ്രദർശനം ഒരു വൻ വിജയമായി, ഇനിയും സ്റ്റാളുകൾ വരാനുണ്ട്. ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഉദ്ഘാടന ചടങ്ങ് മാത്രമാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ഒരു വൻ വിജയമായി തീരട്ടെ. മറ്റ് പുതിയ പുതിയ പരിപാടികൾ ഏറ്റെടുക്കുന്നതിന് സൈമൺ ജോർജിനും സഹപ്രവർത്തകർക്കും കഴിയട്ടെ എന്നുകൂടി ആശംസിച്ച് കൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും മംഗളങ്ങൾ ആശംസിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ശ്രീ മുജീബ് റഹ്മാനെ നമുക്ക് ക്ഷണിക്കാം. ബഹുമാന്യരായ നാട്ടുകാരെ, ഇവിടെ നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളോട് 2 വാക്ക് പറയണമെന്നുണ്ട്. ഇത് എനിക്ക് മുമ്പിൽ ചെന്നൈയിലെ വെൺമതിൽ പോലെ ഉയർന്നു നിൽക്കുന്നൊരു സാധനമാണ്. ഞാൻ പുറകിലൊന്നും എന്നെ കാണുന്നില്ല. ഈ പ്രത്യാശ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഓൾ ഇന്ത്യ എക്സിബിഷൻ ഇത് വളരെ വ്യത്യസ്തമായ എല്ലാ വിഭാഗ വൈകല്യമുള്ളവരിലും പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ മഹത്തായ സംരംഭത്തിന് ഞങ്ങളുടെ എല്ലാവിധ, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഓൾ കേരള സ്മോൾമാൻ അസോസിയേഷൻ എന്ന സംഘടനയെ പ്രതികരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങൾ പൊക്കം കുറഞ്ഞവർക്കൊരു സംഘടന, കണ്ണു കാണാത്തവർക്കൊരു സംഘടന, അങ്ങനെയുള്ള ഒട്ടനവധി സംഘടനകൾ കേരളത്തിലുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം ഏകോപിച്ച് ഒരു സംഘടനയുടെ കീഴിലെത്തുകയും അങ്ങനെ ആ സംഘടനയിലൂടെ ഏകദേശം കേരളത്തിൽ തന്നെ 10 ലക്ഷത്തോളം വൈകല്യമുള്ളവരുണ്ടെന്നാണ് പറയുന്നത്. ഇവരുടെ പേരൻസും അവരെ കുടുംബാംഗങ്ങളെല്ലാമായിട്ട് ഒത്തിരി വലിയൊരു ജനതയുടെ ഒരു ഭാഗമാണ് ശരിക്കും ഈ പ്രസ്ഥാനം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി സൈമൺ ജോർജ് സാർ വരികയും അത് ഭാവിയിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ തന്നെ നിശ്ചയിക്കുന്ന ഒരു വൻ ശക്തിയായി മാറട്ടെ എന്നും അതിൽ വികലാംഗർക്ക് ഒട്ടേറെ നേട്ടങ്ങൾ ഭാവിയിൽ ഉണ്ടാവട്ടെ എന്നും വളരെ ആത്മാർത്ഥതയോടുകൂടി ആശംസിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ രാജൻ കൽപ്പിലെ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിച്ചുകൊള്ളുന്നു. മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ,
ഞാൻ നന്ദി പറയുന്നതിന് മുമ്പ് എന്നെപ്പറ്റി 2 വാക്ക് പറയുന്നത് നല്ലതാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ പേര് രാജൻ കൈപ്പള്ളി, എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. എനിക്ക് കിടപ്പാവസ്ഥയിലുള്ള ഒരു മകൻ, ഞാൻ ബുദ്ധിമാന്യമൊന്നും ഞാൻ പറയില്ല, കാരണം വ്യത്യസ്ത കഴിവുകളുള്ള മക്കളായതുകൊണ്ട് ഞാൻ ആ രീതിയിലൊന്നും പറയുന്നില്ല. കിടപ്പാവസ്ഥയിലുള്ള 23 വയസ്സുള്ള ഒരു മകൻ്റെ അപ്പനാണ്. ഒരേ ഒരു മോനേ ഉള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ ഒരു മകനെന്ന് പറയത്തില്ല, ഏകദേശം ഞാൻ 56,000 മക്കളെ 14 ജില്ലയിലും കൂടി എനിക്ക് കണ്ടെത്താൻ അവസരം ഈശ്വരൻ തന്നതുകൊണ്ട് എനിക്കിപ്പോൾ 56,000 മക്കളുണ്ട്. ഈ ഒരു മോന് 23 വയസ്സുണ്ടെങ്കിലും മോന് രാത്രിയിൽ ഉറങ്ങാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിൽ 23 വർഷം കൊണ്ട് ഒട്ടും തന്നെ ഉറങ്ങാതെ ഇതുപോലുള്ള 13 മക്കളെ എൻ്റെ വീട്ടിൽ തന്നെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ തന്നെ ഒരു എന്താ പറയണ്ടേ, നമുക്കത് പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ അതേപോലെ ഒരു മുത്തിനെ എനിക്ക് തന്നതുകൊണ്ടാണ് ഇതേപോലുള്ള മക്കളെ ശുശ്രൂഷിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കാനുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മ 3 കുഞ്ഞിനെയും കൊണ്ട് ആത്മഹത്യക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഒരു അവസരത്തിൽ എനിക്കവിടെ ചെല്ലാനിടയായി. ആ അമ്മ അരമണിക്കൂറോട് താമസിച്ചിരുന്നെങ്കിൽ ഈ 3 കുഞ്ഞും ആ അമ്മയും കൂടെ ആത്മഹത്യ ചെയ്തതിനാണ്. എൻ്റെ അനുഭവങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുകയും ഈ 3 കുഞ്ഞിനെ അമ്മയും കൂടെ കുന്നന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മദർ ലിറ്റിൽ ട്രസ്റ്റ് നടത്തുന്ന സ്ഥാപനത്തിൽ അവരെ ആക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്. അപ്പം 5 വർഷം കൊണ്ട് എനിക്ക് സൈമൺ സഹോദരനെ കണ്ടുമുട്ടാൻ ഒരു അവസരം കിട്ടി. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കിടപ്പാവസ്ഥയിലുള്ള മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മറ്റുള്ള കുട്ടികൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്. ഞാൻ പലപ്പോഴും പത്രക്കാരോട് പോലും പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ നിങ്ങൾ മറ്റുള്ള ആൾക്കാരോട് അറിയിക്കത്തക്ക രീതിയിൽ നിങ്ങൾ ചെയ്യാം. ഇപ്പൊ ഇവിടെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം വന്നപ്പോൾ പോലും എറണാകുളം ജില്ലയിൽ മാത്രം വാർത്ത വന്നു. അന്നേരവും ഞാൻ പറഞ്ഞു, അങ്ങനല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി കഴിവുകളുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ മക്കളുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ അറിയണമെങ്കിൽ നിങ്ങൾ പത്രമാധ്യമങ്ങൾ കൂടെ അറിയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറച്ചൊക്കെ ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്, TV മാധ്യമങ്ങൾ മുഖേന പല സ്ഥലത്തും. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, എൻ്റെ മക്കൾക്ക് എപ്പോഴും യാത്ര ചെയ്യാൻ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇന്ത്യ സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ച് സംഘടനയുമായി സഹകരിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നവയാനം എന്ന് പറഞ്ഞ ഒരു യാത്ര 2005 ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അന്ന് എറണാകുളം ടൗൺ ഹാളിൽ ഞങ്ങളുടെ മക്കളുടെ പരിപാടി, എറണാകുളം ജില്ലയിലുള്ള എല്ലാ മക്കളും വരിക, അവരുടെ പ്രൊഡക്റ്റുകൾ ഇവിടെ നമ്മുടെ എക്സിബിറ്റ് നടത്തുകയും ചെയ്തു. അന്ന് മുതലേ സൈമൺ ജോർജും ഞാനുമായിട്ട് ഈ ഒരു നാഷണൽ എക്സിബിഷനെ പറ്റി ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഞാൻ ഹൈദരാബാദ്, മദ്രാസ്, ബാംഗ്ലൂർ ഇവിടെയെല്ലാം ഞങ്ങൾ പോയി. ഞങ്ങൾ 2 പേരും കൂടെ മദ്രാസിലെ 3 ദിവസം നിന്ന് ഇതിൻ്റെ കാര്യങ്ങളെ പറ്റി എല്ലാം അറേഞ്ച് ചെയ്തു. കാരണം പലർക്കും വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് കാലത്ത് പലരും വരാം, പിന്നെ 3-4 ദിവസമൊക്കെ ഇരിക്കുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്, പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്. അപ്പം ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്ന ലീലാമ്മ അമ്മച്ചിയെ ഞാൻ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് കൊണ്ടുവന്ന ആൾക്കാരെല്ലാം, കാരണം അവർ വരുന്ന അമ്മച്ചി ഒറ്റയ്ക്കാണ് വന്നത്. അമ്മച്ചി എങ്ങനെ തിരുവനന്തപുരത്തിലെ ഈ അവസ്ഥയിൽ വന്നു? അമ്മച്ചിക്ക് 2 പേരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അമ്മച്ചിക്ക് ശരിയായിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സഹോദരങ്ങൾ ഇവിടെ ഒരുപാട് പേരുണ്ട്, നടക്കാൻ ആരുടെയെങ്കിലും സപ്പോർട്ടില്ല. കാരണം ഇങ്ങനെയുള്ള മക്കളുടെ കഴിവുകൾ സമൂഹത്തിൽ കാണിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ ഒരു വേദി ഉണ്ടാക്കിയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കമോഡോർ കെ സുബ്രഹ്മണ്യം സാറിനെ, ഈ കൊച്ചിൻ ഷിപ്പ് യാർഡ് ചെയർമാൻ കമോഡോർ കെ സുബ്രഹ്മണ്യം സാറിനെ ഞങ്ങളുടെ കുട്ടികളുടെ പേരിൽ, പ്രത്യാശ ഫൗണ്ടേഷൻ്റെ പേരിൽ പ്രത്യേകം നന്ദി. നമ്മുടെ അധ്യക്ഷത പദവി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെങ്കിൽ തന്നെ സൈമൺ സാറിനെ നമ്മളെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തയാണ് ഇത്രയും നമ്മൾ ഈ കാര്യങ്ങൾ ഇത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൊണ്ടുള്ള ഒരു പരിശ്രമമാണ്. രാത്രി 12 മണി 1 മണിക്ക് വേണം അദ്ദേഹം ഉറങ്ങും. ഇന്നലെയാണ് രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ സ്റ്റാളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തതിന് 12:30 1 മണി വരെ വിട്ടിട്ട് അത് കഴിഞ്ഞ് വീട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി, പിന്നെ പോയിട്ട് വെളുപ്പിനെ തിരിച്ച് വരികയും ചെയ്തു. അപ്പം അങ്ങനെ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ല, അതാണ് ഞാൻ പറയുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമം ചെയ്യുന്ന സൈമൺ ജോർജിനെ നമ്മുടെ എല്ലാ മക്കളുടെ പേരിലും എല്ലാ അസോസിയേഷൻ്റെ പേരിലും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രീലങ്ക കോർപ്പറേഷൻ ചെയർമാൻ, എനിക്ക് തോന്നുന്നു സാറ് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഉള്ള പരിപാടികളിലെല്ലാം വരികയും നമ്മുടെ കുട്ടികളോടും നമ്മുടെ ഇതുപോലുള്ള എന്ത് ആവശ്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ തയ്യാറാണ്. കാരണം അതിനൊരു പരിമിതിയുണ്ട്, അതിനപ്പുറം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പരിമിതിയിൽ നിന്ന് പല കാര്യങ്ങൾ ചെയ്ത് ഇപ്പം തന്നെ മുജീബ് ഏകദേശം 12 ലക്ഷം വികലാംഗരെന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള പല കഴിവുകളുള്ള മക്കൾ സഹോദരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ മക്കളുടെ പ്രശ്നങ്ങളെ പറ്റി നമ്മുടെ ഗവൺമെൻറ് തലത്തിലൊന്നും ആരും ചിന്തിക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം
നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളൊക്കെ പലരും പറയുന്നുണ്ടെ ചെയ്യാമെന്ന് പറയുകയല്ലാതെ 60 വർഷം കൊണ്ട് 1947 മുതൽ ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവം. കാരണം എന്ന് വെച്ചാൽ അതൊന്നും കുറേശ്ശൊക്കെ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നുള്ളതല്ല. അപ്പം ഉഴവൂർ വിജയൻ സാറിന് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഞങ്ങൾ ചിന്മയായിട്ട് പോയിരുന്നു. സ്വാമി സത്യാനന്ദയെ ഞങ്ങൾ കാണാനായിട്ട് അവിടെ പോയിരുന്നു. കാരണം വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെയുള്ള ഒരു കുട്ടികളുടെ പ്രോഗ്രാം പണ്ട് തിരുവനന്തപുരത്ത് വെച്ച് റോട്ടറി ക്ലബ്ബിലെ പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടിയിലൊന്നും പങ്കെടുക്കാറില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ഇതിലാണ്. ഇതിലെങ്കിലും നമ്മുടെ കുട്ടികളുടെ പരിപാടിയിൽ വന്ന് സംബന്ധിക്കാമെന്ന് പറഞ്ഞു എത്രയും നേരത്തെ 10 മണിക്ക് മുമ്പേ ഇവിടെ എത്തി നമ്മളുടെ ഈ പരിപാടി ധന്യമാക്കി തീർത്ത സ്വാമിജിക്ക് ഞങ്ങളെല്ലാവരുടെയും പ്രത്യേകം. അതുപോലെ തന്നെ ഫാദർ പീറ്റർ, അത് ഇന്നലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അച്ഛനെ ഇന്നലെ വൈകിട്ട് തന്നെ അച്ഛനെ നേരത്തെ തിരക്കിലായിരുന്നു. നമ്മുടെ മോൺസിഞ്ഞോർ അച്ഛനെയായിരുന്നു നമ്മുടെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. ഞാൻ ഇന്നലെ ഫോണിൽ കൂടെ ഞാൻ അച്ഛനോട് ദൂരം പറഞ്ഞു ഏറ്റവും സന്തോഷത്തോടെ ഇങ്ങനെയുള്ള ഒരു പരിപാടി തീർച്ചയായിട്ടും ഇന്ന് വേറെ പെരുമ്പാവൂർ എന്ന ഒരു പ്രോഗ്രാം തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മുടെ പരിപാടിയിൽ വന്ന് സംബന്ധിച്ച ഫാദർ പീറ്റർ അമ്പലത്തിക്കൽ അച്ഛനെ പ്രത്യേകം നമ്മുടെ പരിപാടിക്ക് സംബന്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ എക്സിബിഷൻ ഇവിടെ യാഥാർത്ഥ്യമാക്കി തന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതിൻ്റെ ചെയർമാൻ കമ്മഡോർ കെ സുബ്രഹ്മണ്യ സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. കാരണം നിങ്ങൾക്കറിയാം ഈ മാസം ഫൈനാൻഷ്യൽ എൻഡിങ് ആണ്. യാതൊരുവിധ സ്പോൺസർഷിപ്പോ അല്ലെങ്കിൽ മറ്റ് സപ്പോർട്ടുകളോ ഇല്ലാതിരുന്നപ്പോൾ ഈ എക്സിബിഷന് വേണ്ടി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമുക്ക് സഹായഹസ്തം തന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. അതുകൊണ്ട് എല്ലാവരും എണീറ്റ് നിന്ന് ഇദ്ദേഹത്തെ നന്ദി സൂചകമായി കൈയടിച്ച് നന്ദി പ്രകടിപ്പിക്കണം. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡിനും അതിൻ്റെ ചെയർമാൻ കമ്മഡോർ കെ സുബ്രഹ്മണ്യത്തിനും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്.
ഏബിൾഡ് എന്ന് പറയുന്ന കുട്ടികൾ ശരിക്കും ദൈവത്തിൻ്റെ കുട്ടികളാണ്, അവരുടെ മാതാപിതാക്കളുടെ പോലുമല്ല. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ കുട്ടികളുടെ കൈകാര്യം ചെയ്യുന്ന എന്ത് കാര്യം കൈകാര്യം ചെയ്യുന്നവരും ദൈവത്തിന് തുല്യമാണ്. ഞാൻ ഇങ്ങനെയുള്ള പല അനാഥാലയങ്ങളിലും കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോഴൊക്കെ എനിക്ക് തോന്നിയതാണ്, ഇത് ശരിക്കും ദൈവത്തിൻ്റെ കുട്ടികൾ തന്നെയാണ്. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നവർ ശരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിപ്പാഞ്ഞ് പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോകാൻ എളുപ്പമാണ്. പക്ഷെ ആ സംഭവമായിട്ട് നിരന്തരമായി തുടർന്ന് പോവുക, നിരന്തരമായി കൈകാര്യം ചെയ്ത് പോവുക എന്ന് പറഞ്ഞാൽ രാവും പകലും 24 മണിക്കൂറും ഇങ്ങനെ ചെയ്തു പോവുക എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു കഴിവാണ്. ആ കഴിവ് നിങ്ങളിൽ പലർക്കും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അത്രമാത്രം കഴിവുള്ള മനുഷ്യരുടെ മുമ്പിൽ വന്നിട്ട് എനിക്കെന്ത് പറയാനാണെന്ന് പോലും എനിക്കറിയില്ല. ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആർട്ടിക്കിൾ 14 അനുച്ഛേദം 14 ഇക്വാലിറ്റി ബിറ്റ്വീൻ ഈക്വൽസ്, എല്ലാവരും സമമാണ്. അങ്ങനെ എല്ലാവരും സമമാണെങ്കിൽ നമ്മൾ വൈകല്യമുള്ളവരും വൈകല്യം ഇല്ലാത്തവരും സമമാണോ? പറ, ആരെങ്കിലും ഉത്തരം പറ. സമമാണോ? കോൺസ്റ്റിറ്റ്യൂഷനിൽ അനുച്ഛേദം 14 ആർട്ടിക്കിൾ 14 ആരും ഡമ്പണ്ട ഈ പറ്റിലുകൊണ്ട് കാണിക്കാം. ഇത് സമം ആണോ? അത് പിന്നെ നമ്മുടെ ഇപ്പൊ ഭരണഘടനാപരമായിട്ട് ആർട്ടിക്കിൾ 14 നമുക്ക് പരിരക്ഷ നൽകുക. ഈ ട്യൂഷയുടെ കൂടെ നമുക്ക് ഓടാൻ കഴിയും, നമുക്ക് ഓടാൻ കഴിയുക. എനിക്ക് ഓടാൻ, മനസ്സുകൊണ്ട് ഓടാൻ. അപ്പോ ആർട്ടിക്കിൾ 14 നമുക്ക് പരിരക്ഷ കിട്ടില്ല. എല്ലാവരും ഓൾ ആർ നോട്ട് ഈക്വൽ. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, തുല്യമാണ്. പൊക്കം കൂട്ടിയവരുണ്ട്, പൊക്കം കുറഞ്ഞവരുണ്ട്. പക്ഷെ അവർക്ക് നമ്മുടെ കോമ്പിറ്റൻസി എടുത്തു കഴിയുമ്പോൾ നമ്മളെല്ലാവരും പൊക്കം കുറഞ്ഞാലും കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എല്ലാവരും ഈക്വലാണ്. അതുകൊണ്ടാണ് വെള്ളക്കാരികളെ തോറ്റത് വീട്ടിൽ. പക്ഷെ നമ്മൾക്ക് പറയുന്നത് നമുക്ക് നടക്കാൻ പാടില്ലാത്തത് ഓടാൻ കഴിയും. അത് ആർട്ടിക്കിൾ 16 അനുച്ഛേദം 16 അതിൽ പറയുന്നുണ്ട്. അല്ല, നിങ്ങളെ പഠിപ്പിച്ചോ? അനുച്ഛേദം 16 പഠിപ്പിച്ചോ? പണ്ട് പൂച്ച അല്ലെ, പുലിയെ പൂച്ചയെ പഠിപ്പിച്ച പോലെ ഇരിക്കും. അതാണ് കാട്ടിയത് കാട്ടിക്ക് കാട്ടോട് കാട്ടുക എന്ന് പറഞ്ഞ പോലെ ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാനങ്ങനല്ല പഠിപ്പിക്കുന്നത്. അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ആർട്ടിക്കിൾ 16 സംബന്ധിച്ചിടത്തോളം എന്താണ് ആർട്ടിക്കിൾ 16 ഉണ്ടെങ്കിൽ ഇക്വാലിറ്റി ബിറ്റ്വീൻ ഈക്വൽസ്, തുല്യർ തമ്മിൽ തുല്യത മതി. മനസ്സിലായോ? താങ്ക്സ് ഫോർ കമ്മിങ് ഹിയർ. നമ്മുടെ പ്രത്യേക നാഷണൽ എക്സിബിഷൻ 2011 പ്രത്യേക ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ നടത്തുന്ന സംഗീത കലാവിരുന്ന് ഇപ്പോൾ ആരംഭിക്കുകയായി. എല്ലാവരും കാണുക, പ്രോത്സാഹിപ്പിക്കുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു വൺ മോർ ടൈം. ഓർക്കസ്ട്രയുടെ ഗാനമേള ആരംഭിക്കുകയാണ്. ആദ്യ ഗാനം എൻ മനോഫലങ്ങളിൽ എന്നാരംഭിക്കുന്ന ഗാനം സാബു വരാപ്പുഴ പാടും.